ओम अर्जुन उवाच सन्न्यासं कर्मणां कृष्ण पुनर्योगं च शंससि यच्छ्रेययेतयोरेकं तन्मे ब्रूहि सुनिश्चितम्। श्रीभगवानुवाच सन्न्यासकर्मयोगश्च निःश्रेयसकरावुभौ तयोस्तु कर्मयोगो विशिष्यते। ज्ञेयः स नित्यसन्न्यासी यो न द्वेष्टि न काङ्क्षति निर्द्वन्द्वो हि महाबाहो सुखं बन्धात् प्रमुच्यते। साङ्ख्ययोगौ पृथक् बालाः प्रवदन्ति न पण्डिताः एकमप्यास्थितः सम्यग् उभयोर्विन्दते फलम्। यत्साङ्ख्यै प्राप्यते स्थानं तद्योगैरपि गम्यते। एकं साङ्ख्यं च योगं च यः पश्यति स पश्यति। सन्न्यासस्तु महाबाहो दुःखमाप्तुमयो गतः योगयुक्तो मुनिर्ब्रह्मा न चिरेणाधिगच्छति। यदा पुनः अयं सम्यक् दर्शन प्राप्त्युपायत्वेन यदा पुनः अयं सम्यक् दर्शन प्राप्त्युपायत्वेन ഇനി എപ്പോഴാണോ സമ്യക് ദർശന പ്രാപ്തിപായം എന്ന നിലയ്ക്ക് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. വാചകം പൂർണ്ണമല്ല. വാചകത്തിന് അർത്ഥം കിട്ടണമെങ്കിൽ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കണം. അതായത് അടുത്ത ശ്ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. അടുത്ത ശ്ലോകം യോഗയുക്തനും വിശുദ്ധാത്മാവും വിജിതാത്മാവും ജിതേന്ദ്രിയനും സർവഭൂതാത്മഭൂതാത്മാവുമായവൻ എന്ത് ചെയ്താലും ലേപനം ചെയ്യപ്പെടുന്നില്ല എന്നാണ്. അതാണ് ശ്ലോകം. അപ്പം അതിനെ അവതരിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ സമ്യക് ദർശന പ്രാപ്ത്യുപായം എന്ന നിലയ്ക്ക് ഒരാൾ സമ്യക് ദർശനം, ആത്മബോധം, സാഖ്യം, ആ സാഖ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഉപായം എന്ന നിലയ്ക്ക് ഒരാൾ യോഗയുക്തനാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതാണ് വിഷയം. നോക്കൂ ശ്ലോകം. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. യോഗയുക്തഃ, യോഗത്തോട് ചേർന്നവൻ, യോഗി. ഇവിടെ യോഗം വ്യക്തമായി കർമ്മയോഗം എന്ന നിലയ്ക്കാണ് പറയപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മവിജ്ഞാനം, സാഖ്യവും അതിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഉപായമായി കർമ്മയോഗവുമാണ് ഭഗവാൻ ഇതുവരെയുള്ള ഭാഗത്ത് മുഴുവൻ പറഞ്ഞത്. അവിടെ യോഗ കർമ്മസു കൗശലം അല്ലെങ്കിൽ സമത്വം യോഗ ഉച്യതേ ഇത്യാദി വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. കർമ്മങ്ങളിലുള്ള കുശലതയാണ് യോഗം എന്ന് വെച്ചാൽ അർത്ഥം ചെയ്യേണ്ടതെല്ലാം, കർത്തവ്യങ്ങളെല്ലാം ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്യുക, എന്നാൽ അതിനാൽ ബന്ധിക്കപ്പെടാതിരിക്കുക. അതാണ് യോഗം. അഥവാ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ
സിദ്ധിയിലും അത് കുഴപ്പമില്ല, സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവം, സിദ്ധിയിലും അസിദ്ധിയിലുള്ള സമഭാവം. അപ്പൊ ചെയ്യാനുള്ളത് നല്ല രീതിയിൽ ചെയ്യുന്നു, ഫലം വരട്ടെ വരാതിരിക്കട്ടെ, അതിൽ തനിക്ക് അധികാരമില്ല. തനിക്ക് ആകെയുള്ള അധികാരം എത്ര നന്നായി ചെയ്യാമോ അത്രയും നന്നായി ചെയ്യാം, എത്ര സമർപ്പണാത്മകമായി ചെയ്യാമോ അത്രയും ചെയ്യാം. അതിനെ നമുക്ക് സാധ്യതയുള്ളൂ. ഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് വരാം വരാതിരിക്കാം. ഒരാൾക്കും ഒരു കർമ്മത്തിന്റെ ഫലത്തിലും അധികാരമില്ല, കർമ്മത്തിൽ അധികാരമുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി, ഈ ജീവിത വീക്ഷണത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് യോഗമായി തീരും. അങ്ങനെ യോഗയുക്ത, അതുകൊണ്ട് തന്നെ യോഗേന, യോഗം കൊണ്ട്, വിശുദ്ധാത്മാ, അന്ധകരണം ശുദ്ധമായവൻ, മനോമാലിന്യങ്ങൾ നീങ്ങിയവൻ, വിജിതാത്മാ, തൻ്റെ കരണങ്ങളെ വിജയിച്ചവൻ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം സ്വാധീനമാക്കിയവൻ, വിജിതാത്മാ. ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, തൻ്റെ നിയന്ത്രണത്തിൽ, തൻ്റെ സ്വാധീനത്തിൽ ഇന്ദ്രിയങ്ങളെ വെച്ചിട്ടുള്ളവൻ. സർവ ഉപരി പറയുകയാണ് സർവഭൂതാത്മഭൂതാത്മാ. അത് വളരെ ഇതുവരെ പറഞ്ഞതിനേക്കാളൊക്കെ ഉയർന്ന അർത്ഥമാണ്. സർവഭൂതങ്ങളുടെയും ആത്മാവായി സ്വയം ഭവിച്ചവൻ, ഞാൻ തന്നെയാണ് സകലവും എന്ന ബോധത്തിലേക്ക് ഉയർന്നവൻ. അപ്പൊ ക്രമികമായി സർവഭൂതാത്മഭൂതാത്മാ എന്നുള്ളതിലേക്ക് ഉയരുന്നതിനുള്ള പടികൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ അല്ലെങ്കിൽ അതിലേക്കുള്ള മാർഗത്തിലെ തലങ്ങളാണ് ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെയും. യോഗയുക്ത, വിശുദ്ധാത്മാ, വിജിതാത്മാ, ജിതേന്ദ്രിയ എന്നുള്ളതൊക്കെ ഈ സർവഭൂതാത്മഭൂതാത്മാ എന്നുള്ളതിലേക്ക് എത്തിച്ചേരുന്ന തലങ്ങൾ മാത്രമാണ്. സർവഭൂതങ്ങളുടെയും ആത്മാവായി സ്വയം ഭവിച്ചവൻ, ഞാൻ തന്നെയാണ് എല്ലാം, എല്ലാം തന്നെ ഞാനും എന്ന അഭേദമായ കാഴ്ചപ്പാടുള്ള ആൾ, ഭേദരഹിതമായ കാഴ്ചപ്പാടുള്ള ആൾ. സർവഭൂതാത്മഭൂതാത്മാ. കുർവൻ അപി, അയാൾ ചെയ്യുന്നവനായാലും എന്ത് ചെയ്താലും, ന ലിപ്യതേ, ലേപനം ചെയ്യപ്പെടുന്നില്ല, ലേപനം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ യോഗയുക്ത, വിശുദ്ധാത്മാ, വിജിതാത്മാ, ജിതേന്ദ്രിയ, സർവഭൂതാത്മഭൂതാത്മാ, കുർവന്നപി ന ലിപ്യതേ, അയാൾ എന്ത് ചെയ്താലും ലേപനം ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനെ അല്ലാത്ത ആളൊന്നും ചെയ്തില്ലെങ്കിലും മനസ്സുകൊണ്ട് സങ്കല്പിച്ച് എല്ലാ ലേപനവും ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. അപ്പൊ ബാഹ്യമായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മുഖ്യം. ഒരാൾ ബാഹ്യമായൊരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, പക്ഷെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അതിനാൽ ബന്ധിക്കപ്പെടും. വേറൊരാൾ ബാഹ്യമായി എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സുകൊണ്ടുള്ള മമത്വ സങ്കല്പം ഇല്ലെങ്കിൽ അയാൾ ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്, ഭാഷ്യം മാത്രം ശ്രദ്ധിക്കുന്നു. യോഗേന യുക്ത, യോഗയുക്ത, വിശുദ്ധാത്മാ, വിശുദ്ധസത്വ, ജിതാത്മാ, വിജിതാത്മാ, വിജിതദേഹ, ജിതേന്ദ്രിയ ച, സർവഭൂതാത്മഭൂതാത്മാ, സർവേഷാം ബ്രഹ്മാദീനാം സ്തംഭപര്യന്താനാം ഭൂതാനാം ആത്മഭൂതഃ ആത്മാ പ്രത്യക്ഷേതനഃ യസ്യ സ സർവഭൂതാത്മഭൂതാത്മാ സമ്യക് ദർശി ഇത്യർത്ഥഃ. സ തത്ര ഏവം വർത്തമാനഃ ലോകസംഗ്രഹായ കർമ്മ കുർവൻ അപി
ന ലിപ്യതേ ന കർമ്മഭിः ബധ്യതേ ഇത്യർത്ഥഃ. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നത് യോഗമാർഗത്തിലൂടെ യോഗയുക്ത ഭാവത്തിലേക്ക് എത്തിയ തലമാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. നോക്കൂ, യോഗേന യുക്തഃ യോഗയുക്തഃ വിശുദ്ധാത്മാ വിശുദ്ധസത്വഃ വിജിതാത്മാ വിജിതദേഹഃ ജിതേന്ദ്രിയഃ ച സർവഭൂതാത്മഭൂതാത്മാ സർവേഷാം ബ്രഹ്മാദീനാം സ്തംഭപര്യന്താനാം ഭൂതാനാം ആത്മഭൂതഃ ആത്മാ പ്രത്യക്ഷേതനഃ യസ്യ സഹ സർവഭൂതാത്മഭൂതാത്മാ സമ്യക് ദർശി ഇത്യർത്ഥഃ. സഹ തത്ര ഏവം വർത്തമാനഃ ലോകസംഗ്രഹായ കർമ്മ കുർവൻ അപി ന ലിപ്യതേ ന കർമ്മഭിः ബധ്യതേ ഇത്യർത്ഥഃ. അപ്പൊ യോഗേന യുക്തഃ, യോഗത്തോട് ചേർന്നവൻ. കുറച്ചൊന്ന് വിട്ടിരുന്നോളൂന്നാൽ എല്ലാവർക്കും കൊടുക്കണ്ട. ജലദോഷമുള്ളവർ ഒന്ന് വിട്ടിരുന്നാൽ എല്ലാവർക്കും കിട്ടൂല. അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് എല്ലാവരും രോഗമായിട്ടാണ് പോവുക. ഒന്ന് മാറി ഒറ്റയ്ക്കൊരു മൂലയ്ക്ക് ഇരുന്നാൽ ബാക്കിയുള്ളവർക്ക് കിട്ടൂല. അല്ലെങ്കിൽ ഓരോ തുമ്മലിനും ബാക്കിയുള്ളവർക്ക് കോടിക്കണക്കിന് അണുക്കളെ കൊടുത്തുകൊണ്ടിരിക്കും. ദാനപുണ്യം വളരെ വലുതാണ്. യജ്ഞദാന തപകർമ്മ നത്യാജ്യം ഇതി ചാപരേ. യജ്ഞവും ദാനവും കർമ്മവും ഒഴിവാക്കരുത് എന്നാണ്. അപ്പം ഏറ്റവും നല്ലതാ ദാനം ചെയ്യണത്. ഒന്ന് ദാനശീലന്മാർ കുറച്ച് വിട്ടിരുന്നാൽ മറ്റുള്ളവർക്കത് വേണ്ടാത്തവർക്ക് കൊടുക്കണ്ടല്ലോ. അതിപ്പോൾ ഒരൊറ്റ തുമ്മൽ അതിന് കുഴപ്പമില്ല. അതേനെ മറിച്ച് ജലദോഷമുള്ളവരും മാറിയിരുന്നാൽ അപ്പോൾ കുറച്ച് ദൂരെ ചുരുങ്ങിയതൊരു ഒരു ശരിക്കും പറഞ്ഞാൽ 7 മീറ്ററൊക്കെ വേണം. അത്ര ഇപ്പോൾ ഇതിലുള്ള സ്ഥലമല്ലല്ലോ. എന്നാലും മാക്സിമം ഇരുന്നാൽ നല്ലതാണ്. റൂമിൽ എല്ലായിടത്തും ശബ്ദം കേൾക്കും. അതിനനുസരിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ശരി. അപ്പോൾ യോഗയുക്ത യോഗേന യുക്ത, യോഗത്തോട് ചേർന്നവനാണ്. ഈ യോഗത്തോട് ചേർന്നവൻ ആര് എന്നുള്ളത് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കാൻ പോകുന്നുണ്ട്. യോഗ സാധകൻ, യോഗ ആരൂഢൻ. ആരുരുക്ഷു എന്നും ആരൂഢൻ എന്നും രണ്ടായി പിരിക്കാൻ പോകുന്നുണ്ട്. അവിടെ യോഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവന് ഉപാസനാ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം വിധിച്ചു. അതേ ആൾ യോഗാരൂഢനായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒരു സാധനയും അല്ല, ഒരു കർമ്മവും അല്ല. അയാൾ ശമം, ശാന്തി, അത് മാത്രമാണ്. എല്ലാ കർമ്മങ്ങളിൽ നിന്നുള്ള ഉപരതി അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യോഗയുക്തനാണ്. എന്തുകൊണ്ട് സാധനാതലത്തിലെ യോഗമല്ല ഇവിടെ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ സർവഭൂതാത്മ എന്ന് പറഞ്ഞത് കൊണ്ട്, ഒറ്റ വാക്കുകൊണ്ടാണ്. കാരണം യോഗയുക്ത എന്നുള്ള പദം സാധനാതലത്തിൽ യോഗമാർഗത്തിൽ പ്രവർത്തിക്കുന്നവനെ കുറിച്ചും പറയാം. തെറ്റില്ല, ഭാഷാപരമായ ഒരു തെറ്റുമില്ല. അതിലൂടെ അന്ധകരണ ശുദ്ധി കൈവരിക്കുന്നവനെ വിശുദ്ധാത്മാ എന്ന് പറയാം. അതിലൂടെ ഇന്ദ്രിയ മനോനിയന്ത്രണങ്ങളെ ചെയ്യുന്നവനെ വിജിതാത്മാ എന്ന് പറയാം. എന്നാൽ സർവഭൂതാത്മ എന്നുള്ള ഒറ്റ വാക്ക് അതൊരു തരത്തിലും സാധനാതലത്തിൽ പറയാവുന്നതല്ല, ഒരു തലത്തിലും. കാരണം യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈഭാഭൂത് വിജാനതഃ, യാതൊരാളിൽ സർവഭൂതങ്ങളും താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നുവോ
അപ്പൊ സർവഭൂതങ്ങളും താൻ തന്നെയായി ഭവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എന്തുണ്ടോ, ഇനി അതിനപ്പുറത്തോ ഇപ്പുറത്തോ എന്തുണ്ടോ, എല്ലാത്തിൻ്റെയും സ്വരൂപം തന്നെയാണ് എൻ്റെ സ്വരൂപം. ഞാൻ തന്നെയാണ് അതെല്ലാമായി തീർന്നിരിക്കുന്നത്. എല്ലാത്തിനും ഉണ്ട് ഉണ്ട് എന്ന ഉണ്മയെ നൽകുന്നത് എന്തോ അത് തന്നെയാണ് എൻ്റെയും ഉണ്മ എന്നുള്ള അഭേദ ദർശനത്തിലേക്ക് ഉയർന്ന ആളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ സർവഭൂതാത്മ ഭൂതാത്മ എന്നുള്ള ഒറ്റ പദപ്രയോഗം കൊണ്ട് യോഗയുക്ത തുടങ്ങിയ ശബ്ദങ്ങൾക്ക് നമ്മൾ ലക്ഷ്യതലത്തിലെ അർത്ഥം പറഞ്ഞോടൂ. അപ്പൊ യോഗയുക്ത വിശുദ്ധാത്മാ, വിശുദ്ധമായ അന്ധകരണത്തോട് കൂടിയവൻ. അത് സ്വാഭാവികമാണ്. ഈയൊരു യോഗയുക്തന് അന്ധകരണ ശുദ്ധി സ്വാഭാവികമാണ്, സഹജമാണ്. വിജിതാത്മാ വിജിതദേഹ. അവിടെ വിജിതദേഹ എന്നാ ഭാഷ്യകാരൻ പറയുന്നത്. എന്താ കാരണം? വിജിതാത്മാ എന്നുള്ളതിന് ആത്മാവിനെ ജയിച്ചവൻ അഥവാ മനസ്സിനെ ബുദ്ധിയെ ജയിച്ചവൻ എന്നൊക്കെ പറയുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ദേഹത്തെ ജയിച്ചവെന്നാ. എന്തുകൊണ്ട്? കാരണം വിശുദ്ധാത്മാ എന്ന അപ്പുറത്തും വിജിതേന്ദ്രിയ എന്ന് ഇപ്പുറത്തും പറഞ്ഞിരിക്കുക. അന്ധകരണത്തെ ജയിച്ചവൻ ആദ്യം പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ ജയിച്ചവന് രണ്ടാമത് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞെന്നെ പറഞ്ഞത് അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് വിജിതദേഹ, ദേഹത്തെ ജയിച്ചവൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രിയ മനോബുദ്ധികളെ മുഴുവൻ ജയിച്ചവൻ, ശരീര ഇന്ദ്രിയ മനോബുദ്ധികളെ മുഴുവൻ ജയിച്ചവൻ എന്ന് വെച്ചാൽ അവയെ മുഴുവൻ സ്വാധീനമാക്കി വെക്കുന്നവൻ അർത്ഥം. തൻ്റെ നിയന്ത്രണത്തിൽ വെക്കുന്നവൻ, പ്രവർത്തിപ്പിക്കേണ്ടതിലേക്ക് പ്രവർത്തിപ്പിക്കുന്നു, അഥവാ പ്രവർത്തിപ്പിക്കേണ്ടപ്പോൾ പ്രവർത്തിപ്പിക്കുന്നു, നിവർത്തിപ്പിക്കേണ്ടപ്പോൾ അപ്പം നിവർത്തിപ്പിക്കുന്നു. അല്ലാതെ കൊല്ലുന്നവനല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ഇന്ദ്രിയ നിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ കൊല്ലുക എന്നൊക്കെ തെറ്റിദ്ധരിച്ചു എന്ന് വരാം. നിഗ്രഹിക്കുക കൊല്ലുകയല്ല, നിശേഷേണ ഗ്രഹിച്ചു വെക്കുകയാണ്, തൻ്റെ നിയന്ത്രണത്തിലാക്കുകയാണ്, തനിക്ക് അധീനമാക്കുകയാണ്. നമ്മുടെ ഉപാധികളെല്ലാം നമുക്ക് ശക്തമായി ആവശ്യമാണ്. ഉപാധികളെ നശിപ്പിക്കുന്നതോ ക്ഷീണിപ്പിക്കുന്നതോ അല്ല സാധന. പലപ്പോഴും സാധകന്മാർക്ക് പറ്റിപ്പോകുന്ന വലിയൊരു കുഴപ്പമാണത്. തൻ്റെ ഉപാധികളെ ക്ഷീണിപ്പിക്കുകയാണ് സാധന തെറ്റിദ്ധരിപ്പിക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് വെള്ളവും കുടിക്കാണ്ട് മുഴുവൻ ഉപാധികളെയും ക്ഷീണിപ്പിച്ച് രോഗികളായി തീരുക. മറിച്ച് നമുക്ക് ശരീര ഇന്ദ്രിയ മനോബുദ്ധികളായ ഉപാധികളെ തന്നിട്ടുള്ളത് സൂക്ഷ്മ വിചാരത്തിലൂടെ ജീവിതത്തെ കൃതാർത്ഥമാക്കാനാണ്. അതുകൊണ്ട് അവയെ വേണ്ടതുപോലെ ഉപയോഗിച്ച് അവയെ പരിപാലിച്ച് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് വേദത്തിലെ ശാന്തി മന്ത്രങ്ങളിൽ ആപ്യായന്തു മമാങ്കാനി വാക്പ്രാണശ്ചക്ഷു ശ്രോത്രമധോബലം ഇന്ദ്രിയാണി ച സർവാണി എന്ന് വ്യക്തമായി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലം വേണം, ഒരു ഇന്ദ്രിയം ദുർബലാവരുത്. അത് ശ്രദ്ധിക്കുക. ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഷയമാണ്. അധ്യാത്മസാധകൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ എല്ലാത്തിനെയും ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത പരിപാടി. പിന്നെ എന്തിനു കൊള്ളും? കണ്ണും കാണൂല, ഗുരുനാഥനെ കാണുമോ? ഇല്ല. ചെവി കേൾക്കുമോ? ഗുരുനാഥൻ തത്വമസി എന്ന് പറഞ്ഞാൽ എന്ത് ചോദിക്കും? എന്താ പറഞ്ഞത്? എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടുള്ള ഇന്ദ്രിയ ലോപങ്ങൾക്ക് അതിനെക്കുറിച്ചല്ല പറയുന്നത്. അതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. മറിച്ച് ഇതാണ് സാധന എന്ന് തെറ്റിദ്ധരിച്ച് തൻ്റെ കരണങ്ങളെ ദുർബലമാക്കുക. അവയെ ആസുരിക തപസ്സെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. താൻ വിദ്യ ആസുര നിശ്ചയാനെന്ന്. അപ്പോ ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും പറഞ്ഞതുകൊണ്ട് ഇവിടെ
വിജിതാത്മാ എന്നുള്ളതിന് വിജിത ദേഹ എന്ന് ഭാഷ്യകാരൻ പറഞ്ഞു. ശ്രദ്ധിക്കുക. ജിതേന്ദ്രിയാച്ച, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ തൻ്റെ അധീനത്തിൽ ഇന്ദ്രിയങ്ങളെ വെച്ചിട്ടുള്ളവൻ. അല്ലാണ്ട് അവയെ നിഗ്രഹിച്ചവനല്ല, കൊന്നവനല്ല, നിശേഷേണ ഗ്രഹിച്ചവനാണ്. സർവഭൂതാത്മഭൂതാത്മാ സർവേഷാം ഭൂതാനാം ആത്മഭൂതഃ ആത്മാ പ്രത്യക്ഷേതനഃ യസ്യ. സർവഭൂതങ്ങളുടെയും ആത്മാവ് തന്നെ തൻ്റെ ആത്മാവെന്ന ബോധമുറച്ചവൻ. ഏതാണ് ഈ സർവഭൂതങ്ങൾ? ബ്രഹ്മാദീനാം സ്തംഭപര്യന്താനാം. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള, ബ്രഹ്മാവിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ആർക്കും അറിയില്ല. പുൽക്കൊടിക്ക് ഇപ്പുറത്ത് പലതും നമുക്കറിയാം. ഏകകോശ സസ്യങ്ങളെ വരെ നമുക്കറിയാം. അതിനും അപ്പുറത്ത് ജീവന്റെ സ്പന്ദനം മാത്രമുള്ള ചില പ്രകടനങ്ങളെ നമുക്കറിയാം, വൈറസുകളും മറ്റും. എന്ത് തന്നെയാണ് വെച്ചാലും ഇപ്പൊ ബ്രഹ്മാവ് മുതൽ വൈറസ് വരെ എന്ന് പറയാം. അതിന് താഴോട്ട് വല്ലതും അറിയിച്ചാൽ അതും പറയാം. എന്തിലെല്ലാം ജീവന്റെ തുടിപ്പുണ്ടോ അതിലെല്ലാം സകല ഭൂതങ്ങളും താൻ തന്നെയാണ് എന്ന ബോധം ഉറച്ചിരിക്കുന്നവൻ. അവന് ഭിന്നമായിട്ടൊന്നില്ല. സർവാത്മദർശി, സമ്യക് ദർശി എന്നൊക്കെ പറയാം. ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് തനിക്കായിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. കാരണം സർവഭൂതാത്മഭൂതാത്മാവായ ഒരാൾക്ക് തനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ രണ്ടും വേണ്ട. അത് കൃതാർത്ഥനാണ്, കൃതകൃത്യനാണ്. എന്നാൽ അങ്ങനെയുള്ള ആള് ലോകസംഗ്രഹായ കർമ്മ കുർവൻ, സംഗ്രഹത്തിനായിക്കൊണ്ട്, സംഗ്രഹം, ലോകസംഗ്രഹം, ലോകസ്യ ഉന്മാർഗ പ്രവൃത്തി നിവാരണം, ലോകത്തിന്റെ വഴിവിട്ട പോക്കിനെ നിവാരണം ചെയ്യുക, അതിനായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടോ അത്തരം കർമ്മങ്ങൾ അയാളെ ബന്ധിക്കില്ല. എങ്ങനെയാണ് അയാൾ ജീവിക്കുന്നത്? നോക്കൂ. വാസ്തവത്തിൽ അയാൾ ഒന്നും ചെയ്യണില്ല. ഈയൊരു സർവഭൂതാത്മഭൂതാത്മാവായ ആള് എന്ത് ചെയ്താലും ഒന്നും ചെയ്യണില്ല. അതെങ്ങനെ? അതാണ് പറയുന്നത്, നച അസൗ പരമാർത്ഥതഃ കരോതി. നച അസൗ പരമാർത്ഥതഃ കരോതി. അതഃ ഇയാൾ പരമാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ഇയാൾ പരമാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പരമാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള അഹങ്കാര മമത്വ ബന്ധങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ അയാൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ ശ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. അപ്പൊ ഒരാള് പശ്യൻ, പശ്യനാണ്, കാണുന്നവനാണ്. ശൃണ്വൻ, കേൾക്കുന്നവനാണ്. സ്പൃശൻ, സ്പർശിക്കുന്നവനാണ്. ജിഘ്രൻ, മണക്കുന്നവനാണ്.
അശ്നൻ ഭക്ഷണം കഴിക്കുന്നവനാണ്, ഗച്ഛൻ ചലിക്കുന്നവനാണ്, സ്വപൻ ഉറങ്ങുന്നവനാണ്, ശ്വസൻ ശ്വസിക്കുന്നവനാണ്, പ്രലപൻ സംസാരിക്കുന്നവനാണ്, വിസൃജൻ വിസർജിക്കുന്നവനാണ്, ഗൃഹ്ണൻ എന്തിനെയെങ്കിലുമൊക്കെ ഗ്രഹിക്കുന്നവനാണ്, ഉന്മിഷൻ കണ്ണ് തുറക്കുന്നവനാണ്, നിമിഷൻ കണ്ണ് പൂട്ടുന്നവനാണ്. അപ്പി ഇങ്ങനെയൊക്കെയാണെങ്കിലും നൈവ കിഞ്ചിത് കരോമീതി മന്യേത, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. ഇതെല്ലാം ഉപാധികളുടെ ധർമ്മങ്ങളാണ്. അപ്പൊ ഉപാധികളുടെ ധർമ്മങ്ങളെ ഞാൻ ചെയ്യുന്നു എന്ന് നമ്മൾ തന്നിലേക്ക് അധ്യാരോപിച്ചിട്ടാണ് കഴിയുന്നത്. പല വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ, വേറെ ചില വിഷയങ്ങൾ പ്രവൃത്തികളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ, സ്വാമി ഞാനെന്തായാലും ജീവിതത്തിൽ 5000-ത്തിലധികം തെങ്ങ് വെച്ചിട്ടുണ്ട് പറഞ്ഞു. കഥയെല്ലാം ഉണ്ടായ സംഭവമാണ്. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ കൈ പിടിച്ചു. ഇത്രയേ ഉള്ളൂ. കൈ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്, മൃദുവായിരിക്കുന്നുണ്ട്. അയാൾ 5000 തെങ്ങ് പോയിട്ട് ഒറ്റ തെങ്ങ് പോലും വെച്ചിട്ടില്ല, ഉറപ്പാണ്. കാരണം 5000 തെങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തഴമ്പുണ്ടാവും കൈക്ക്. കൈ നല്ല മൃദുവായിട്ട് പഞ്ഞി പോലെയോ വെണ്ണ പോലെയോ ഇരിക്കുകയാണ്. എന്നിട്ടാണ് പറയണത് 5000 തെങ്ങ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് ചെയ്തത്? അയാൾ കുടയും ചൂടി ചിലപ്പോൾ നോക്കി നിന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല, അതിന് കാര്യസ്ഥനായിരിക്കും വെച്ചിട്ടുണ്ടാവുക. മറിച്ച് അയാൾ കൂലി കൊടുത്തിട്ടുണ്ടാവും, അതില്ല എന്ന് പറയണില്ല. എന്നിട്ട് ഏതൊക്കെയോ തൊഴിലാളികൾ വെച്ചതാണ്. പക്ഷെ അഭിമാനം എന്താണ്? ഞാൻ വെച്ചു എന്നാണ്. ഞാൻ ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിരോധമില്ല, അത് ശരിയാ. ഞാൻ ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ വെച്ചു പറഞ്ഞാൽ തെറ്റാ. പക്ഷെ അതാണ് നമ്മൾ കണക്കാക്കുന്നത്. ആരാണ്ടൊക്കെയോ ചെയ്യുന്നതിൽ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഇങ്ങനെയല്ലേ എന്ന് ആലോചിക്കുക. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങി സകല കരണങ്ങളും എൻ്റെ 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 എന്ന് പറയപ്പെടുന്നതാണ്. എൻ്റെ എന്ന് പറയപ്പെടുന്ന ഉപാധികൾ ചെയ്യുന്നതിൽ നമുക്കെന്താ തോന്നണത്? ഞാൻ ചെയ്യുന്നു എന്നാ തോന്നുന്നത്. എന്നാൽ വിജ്ഞാനി അറിയുന്നു, ഞാൻ അകർത്താവാണ്, ഞാൻ അഭോക്താവാണ്. എന്നിൽ ഉപാധി താദാത്മ്യമുള്ളപ്പോൾ കർത്തൃത്വമുണ്ട്, എന്നിൽ ഉപാധി താദാത്മ്യമുള്ളപ്പോൾ ഭോക്തൃത്വമുണ്ട്. ഇവിടെയാണ് സാഖ്യവും യോഗവും വേദാന്തവും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. സാഖ്യം, യോഗം തുടങ്ങിയ ദർശനങ്ങളിൽ ആത്മാവ് എന്നുള്ള പദം സാഖ്യൻ ഉപയോഗിക്കുന്നില്ല, പുരുഷൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ തന്നെയും പുരുഷൻ എന്നുള്ളതിന് നമുക്ക് ജീവാത്മാവ് എന്ന അർത്ഥമെടുത്താൽ ഒരിക്കലും കർത്താവല്ല, പക്ഷെ ഭോക്താവാണ് എന്നാണ്. കർത്തൃത്വം പുരുഷനിലില്ല, അത് പ്രകൃതിയിലാണ്. എന്നാൽ ഭോക്തൃത്വം പുരുഷനിലുണ്ട്, അത് പ്രകൃതിയിലില്ല എന്നാണ് അവരുടെ സിദ്ധാന്തം. വേദാന്തം പറയുന്നു, പാരമാർത്ഥികമായി കർത്തൃത്വമോ ഭോക്തൃത്വമോ ആത്മാവിലില്ല. എന്നാൽ ഉപാധിഗതമായി കർത്തൃത്വവും ഉണ്ട്, ഭോക്തൃത്വവും ഉണ്ട്. നിരുപാധികമായി തന്നിൽ കർത്തൃത്വവും ഇല്ല, ഭോക്തൃത്വവും ഇല്ല. എന്നാൽ ഉപാധികളുമായി ചേരുമ്പോൾ കർത്തൃത്വവും ഉണ്ട്, ഭോക്തൃത്വവും ഉണ്ട്. അപ്പോൾ എന്നിലെ കർത്തൃത്വവും ഭോക്തൃത്വവും ഉപാധികളുടെ ധർമ്മത്തെ എന്നിലേക്ക് അധ്യാരോപിക്കുന്നത് കൊണ്ടാണ് പരമാർത്ഥത്തിലുള്ളതല്ല എന്നറിയുന്നവൻ എന്ത് വിചാരിക്കുന്നു? നൈവ കിഞ്ചിത് കരോമീതി, നൈവ കിഞ്ചിത് കരോമി അഹം, ഞാൻ ഒന്നും ചെയ്യണില്ല. എന്ന് യുക്തൻ, ആത്മയുക്തൻ അഥവാ യോഗയുക്തൻ. എന്തുകൊണ്ട് യോഗയുക്തൻ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, തൊട്ട് മുൻ ശ്ലോകത്തിൽ യോഗയുക്ത എന്നാണ് സർവഭൂതാത്മഭൂതാത്മാവിനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യോഗയുക്ത എന്ന് പറയാം.
പക്ഷെ അവിടെ യോഗം പാരമാർത്ഥികമായ യോഗമാണ്. കർമ്മ അനുഷ്ഠാനമല്ല. അഥവാ ആത്മയുക്തൻ മന്യേത വിചാരിക്കുന്നു. എന്ത്? പശ്യൻ, ശൃണ്ണൻ, സ്പൃശൻ, ജിഘ്രൻ, അശ്നൻ, ഗച്ഛൻ, സ്വപൻ, ശ്വസൻ, പ്രലപൻ, വിസർജൻ, ഗൃഹണൻ, ഉന്മിഷൻ, നിമിഷൻ, അപി, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, ഇങ്ങനെയൊക്കെ ഉള്ളവനാണെങ്കിലും അവനറിയാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ ഉപാധിധർമ്മങ്ങളാണ്. ഇതൊന്നും പ്രസംഗിക്കാനുള്ള ആശയമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പ്രസംഗിക്കാനുള്ളതാണെങ്കിൽ ഒരാൾ വേറൊരാളെ കൊന്നിട്ട് പറയുകയാണെന്ത്, എൻ്റെ കൈയാണ് അവനെ വെട്ടിയത്, ഞാനല്ല. എന്ത്? അവനെ വാളുകൊണ്ട് വെട്ടിയത് എൻ്റെ കൈയാണ്, ഞാനല്ല. അപ്പോൾ കോടതിയും പറയും നിനക്കൊരു ശിക്ഷയില്ല, പക്ഷെ നിന്റെ കഴുത്ത് മുറിച്ച് കളയാം. അതെ, എന്ന് കോടതിയും പറയും. നിനക്ക് ശിക്ഷയൊന്നുമില്ല, പക്ഷെ നിന്റെ കഴുത്തൊന്ന് മുറിക്കാൻ പോവാണ് പതുക്കെ, അഥവാ തൂക്കിലേറ്റാൻ പോവുകയാണ്. നിന്നെയല്ല, ആത്മാവിനെന്ത് തൂക്കിലേറ്റല്? അപ്പോഴാണ് വിറളി പിടിച്ച് കരയുക. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രസംഗിക്കാനുള്ള വിഷയമല്ല. ആ ആ ആ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇത് പ്രസംഗിക്കാനുള്ളതല്ല. തീർത്തും തൻ്റെ ഉപാധിധർമ്മങ്ങളെ വേറിട്ട് കാണാൻ കഴിഞ്ഞവൻ പ്രസംഗിക്കുന്നവനല്ല. പ്രസംഗിക്കാൻ ആർക്കും കഴിയും. അയാളെ സംബന്ധിച്ച് മാത്രമാണ് ഇവിടെ സർവഭൂതാത്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സർവഭൂതാത്മാവിനെ കുറിച്ചാണ് ഇപ്രകാരമൊക്കെ ചെയ്യുന്നവനാണെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. ഒന്നും ചെയ്യുന്നില്ല. അല്ലാണ്ട് സാമാന്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നേ. അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ നാലാൾ നമ്മളെ കൊണ്ട് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവണില്ലേ? ചിന്തിക്കുക. അപ്പൊ പിന്നെ എന്താ അയാളുടെ കാഴ്ചപ്പാട്? അയാളുടെ കാഴ്ചപ്പാട് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇത് ധാരയൻ, ഇപ്രകാരം ധരിക്കുന്നവനാണ്. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങളിൽ വർത്തിക്കുന്നു. കണ്ണ് രൂപത്തിൽ വർത്തിക്കുന്നു, ചെവി ശബ്ദത്തിൽ വർത്തിക്കുന്നു, മൂക്ക് ഗന്ധത്തിൽ വർത്തിക്കുന്നു. ഇങ്ങനെ ഓരോ കരണവും അതിൻ്റെ അർത്ഥത്തിൽ വിഷയത്തിൽ പ്രവർത്തിക്കുക ചെയ്യണം. അതാണ് ഇതിൻ്റെ സഹജ പ്രവൃത്തി. ഇതിലിടയ്ക്ക് ഞാൻ കയറി വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കയറി വരുന്നുമില്ല. ഇങ്ങനെ സർവകർമ്മങ്ങളിൽ നിന്നും അലിപ്തനായി കഴിയുന്നു. ശ്രീരാമനെ പല വാക്കുകളിലൂടെ വർണ്ണിക്കുന്ന വാൽമീകി മഹർഷി അഹിംസകഹ എന്നും പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമനെ പോലെ ഇത്രയധികം പേരെ കൊന്ന വേറെ ആരെങ്കിലും ഉണ്ടാവുക? ആരുണ്ടാവുക? നമ്മൾ കുറച്ചൊരു ആലങ്കാരികമായിട്ട് മോക്ഷം കൊടുത്തു എന്നൊക്കെ പറയും. എന്ത് കൊടുത്താലും കൊള്ളാം, കൊന്നതാണോ അല്ലയോ? വെറും 3.25 നാഴിക കൊണ്ടാ 14,000 പേരെ ശരിയാക്കിയത്. കരനും ദൂഷണനും തൃശിരസും അടങ്ങുന്ന അവരുടെ നേതൃത്വത്തിലുള്ള 14,000 പേരെ 3.25 നാഴിക കൊണ്ടാ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ രാമരാവണ യുദ്ധത്തിലൊക്കെ എത്ര പേരെ ശരിയാക്കിയിട്ടുണ്ടാവും? എന്നിട്ടാ പറയണത് അഹിംസകനാണ്. ശ്രീകൃഷ്ണന്റെ സഹസ്രനാമത്തിലില്ല, അഷ്ടോത്തര ശതനാമത്തിൽ നിത്യബ്രഹ്മചാരി എന്നൊരു പദമുണ്ട്. ആര്? കൃഷ്ണൻ. വെളിവ് തന്നെ 80 മക്കളുണ്ട്. വെളിവിൽ 80 മക്കള്, ഒളിവിൽ എത്രാന്ന് ഭഗവാനെ അറിയുള്ളൂ, നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും അതിൻ്റെ 2 ഇരട്ടിയെങ്കിലും ഉണ്ടാവുന്നാ തോന്നുന്നത്, നമുക്ക് പറയാൻ വയ്യ. ഒന്നെന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഉപശ്ലോകൻ. ഉപശ്ലോകൻ ഒരു കൂനുള്ള ഒരു സ്ത്രീ വന്ന് ശ്രീകൃഷ്ണനെ വലിയ ലേപനങ്ങളൊക്കെ ചെയ്ത് പൂജിച്ചപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് അവളുടെ കൂനും പോയി, കുഞ്ഞും ഉണ്ടായി. പോരെ? അത് കണ്ട പേര് എന്ത്? സ്ത്രീകളെ സംരക്ഷിച്ച് അത് പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളുടെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. വേറെ വല്ലതും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ കല്യാണം കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് വെളിവിൽ നിന്നല്ലേ പറയുക? ഒളിവിൽ നിന്നാണോ പറയുക? എന്തായാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട 80+1 കുട്ടികൾ കൃഷ്ണനുണ്ട്. 8 പത്നിമാര്, ഓരോന്നിലും 10 കുട്ടികൾ. അവരുടെ 80 പേരുടെ പേര് വിവരങ്ങളും പുരാണങ്ങളിലുണ്ട്. 10 കുട്ടികളാണ്. അത് കൃഷ്ണനെ പൂജിക്കുന്നവർക്ക് ഒന്ന് തന്നെ കഷ്ടിയാപ്പോ. കൃഷ്ണൻ മാതൃക കാണിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ സമ്പത്ത് സന്താന സമ്പത്താണ്. അതുകൊണ്ട് മാത്രമേ ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ എന്നൊക്കെ. പക്ഷെ അത് കൃഷ്ണന്റെ വിഷയത്തിൽ വിജയിച്ചിട്ടില്ല കേട്ടോ. കാരണം ഒക്കെ മഹാ അപകടം പിടിച്ച മക്കളായി മാറി. തമ്മ് തല്ലി ചത്തു. അത് വേറെ വിഷയം. കള്ളും കുടിച്ച് തോന്നിവാസവും ചെയ്ത് എല്ലാം കലഹിച്ച് മഹർഷിമാരെ ആക്ഷേപിച്ച് അപമാനിച്ച്. പക്ഷെ അവിടെ കൃഷ്ണന്റെ കഴിവ് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും പുഞ്ചിരിയോടുകൂടി നോക്കി നിൽക്കാൻ കഴിഞ്ഞു. അതാണ് കൃഷ്ണന്റെ കഴിവ്. ഒരൊച്ചൊന്നു പോലും നേരെയായിട്ടില്ല. അത് ഇത്ര ഉണ്ടായതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. അതും അറിയില്ല. അതിനെപ്പറ്റി ഒരു പഠനം നടത്തേണ്ടതാണ്. ഒന്നുപോലും നേരെയായിട്ടില്ല. ഒക്കെ തല്ലി ചത്ത എല്ലാം. അവസാനം ഭഗവാനും കൂടിയായില്ല. അതതിൻ്റെ തമാശ. മഹാഭാരതത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഭഗവാനും കൂടി ഈ തല്ലില്. അതെ. അപ്പോ ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള കൃഷ്ണന്റെ പേര് നിത്യബ്രഹ്മചാരി. അതെങ്ങനെയാ? ഇത്രക്കേറെ പേരെ കൊന്ന രാമന്റെ പേര് അഹിംസകഹ. അതെങ്ങനെയാ? അതാ ചിന്തിക്കേണ്ടത്. അത് പറയാനാപ്പം അത്രയും പറഞ്ഞത്. അല്ലാണ്ട് കൃഷ്ണ മക്കൾ എത്രയെന്ന് പഠിച്ചിട്ട് നമുക്ക് ഗുണമൊന്നുമില്ല. ഒരു ഗുണമില്ല. രാമൻ എത്ര പേരെ കൊന്നു എന്നൊരു കണക്കെടുത്തിട്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. മറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എന്നിട്ടും അതിനാൽ ലേപനം ചെയ്യപ്പെടാതെ, അതിനാൽ സംഘമില്ലാതെ, അതുമായി ബന്ധമില്ലാതെ സർവകർമ്മ ബാഹ്യന്മാരായി എങ്ങനെ കഴിഞ്ഞു? നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം എത്ര മഹായുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര പേരെ ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല സ്വാമി. ഒന്നും ബാഹ്യമായി ചെയ്യുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് സങ്കല്പിച്ച് എന്തൊക്കെ ചെയ്തു കൂട്ടണുണ്ടോ? ചിന്തിക്കുക. അവിടെയാണ് എല്ലാം ചെയ്യവേ തന്നെ ഒന്നും ചെയ്യാത്ത ആ അവസ്ഥ. അതാണ് ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങളിൽ വർത്തിക്കുന്നു എന്ന് അറിയുന്നവൻ, ആ ഉറപ്പിൽ ജീവിക്കുന്നവൻ. നോക്കൂ, ന ഏവ കിഞ്ചിത് കരോമീതി യുക്തഃ സമാഹിതഃ സൻ മന്യേത ചിന്തയേത് തത്വവിദ് ആത്മനഃ യാഥാത്മ്യം തത്വം വേത്തീതി തത്വവിദ് പരമാർത്ഥദർശി ഇത്യർത്ഥഃ. കഥാ കഥം വാ തത്വം അവധാരയൻ മന്യേത ഇതി ഉച്യതേ. മന്യേത ഇതി പൂർവേണ സംബന്ധഃ. യസ്യ ഏവം തത്വവിദഃ സർവകാര്യകരണചേഷ്ടാസു കർമ്മസു
അകർമ്മ ഏവ പശ്യതഃ സമ്യക് ദർശിനഃ തസ്യ സർവകർമ്മ സന്യാസേ ഏവ അധികാരഃ കർമ്മണഃ അഭാവദർശനാത് നഹി മൃഗതൃഷ്ണികായാം ഉദകബുദ്ധ്യാ പാനായ പ്രവൃത്തഃ ഉദകാഭാവജ്ഞാനേ അപി തത്രയേവ പാനപ്രയോജനായ പ്രവർത്തതേ. ന ഏവ കിഞ്ചിത് കരോമി ഇതി യുക്തഃ സമാഹിതഃ സൻ മന്യേത ചിന്തയേത് തത്വവിദ് ആത്മനഃ യാഥാത്മ്യം തത്വം വേത്തി ഇതി തത്വവിദ് പരമാർത്ഥദർശി ഇത്യർത്ഥഃ. കഥാ കഥം വാ തത്വം അവധാരയൻ മന്യേത ഇതി ഉച്യത്തെ. മന്യേത ഇതി പൂർവേണ സംബന്ധഃ യസ്യ ഏവം തത്വവിദഃ സർവകാര്യകരണചേഷ്ടാസു കർമ്മസു അകർമ്മ ഏവ പശ്യതഃ സമ്യക് ദർശിനഃ തസ്യ സർവകർമ്മ സന്യാസേ ഏവ അധികാരഃ കർമ്മണഃ അഭാവദർശനാത് നഹി മൃഗതൃഷ്ണികായാം ഉദകബുദ്ധ്യാ പാനായ പ്രവൃത്തഃ ഉദക അഭാവജ്ഞാനേ അപി തത്രയേവ പാനപ്രയോജനായ പ്രവർത്തതേ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ്. യുക്തൻ സമാഹിതൻ ആത്മയുക്തൻ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നറിയുന്നു. അങ്ങനെ ചിന്തിക്കൂ, അങ്ങനെ ചിന്തിക്കുന്നു. അവിടെ ചിന്തയേത് എന്നുള്ളത് നിർദ്ദേശമായിട്ട് അങ്ങനെ ചിന്തിക്കൂ എന്നല്ല, അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. തത്വവിദ് ആത്മനഃ യാഥാത്മ്യം തത്വം വേത്തീതി. എന്താണ് തൻ്റെ പാരമാർത്ഥിക സ്വരൂപമെന്ന് അറിയുന്നവൻ തത്വവിദ്. ആരാണ് ഞാൻ? എന്താണ് എൻ്റെ പരമാർത്ഥ സ്വരൂപം? അപ്പൊ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ നിന്നെല്ലാം വിട്ടുമാറി എന്നാൽ അവയെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന, അതിൽ നിന്നൊക്കെ ഭിന്നനായ തന്നെ അറിയുന്നവൻ തത്വവിദ്. പരമാർത്ഥദർശി, പരമാർത്ഥത്തെ ദർശിക്കുന്നവനെന്നർത്ഥം. അങ്ങനെയുള്ള ആള് എപ്പോൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. എപ്പോൾ, കഥാ, കഥം, എങ്ങനെ, തത്വം അവധാരയൻ, തത്വത്തെ മനസ്സിലാക്കിയിട്ട് മന്യേത വിചാരിക്കുന്നു. എങ്ങനെയാണ് അയാൾ മനസ്സിലാക്കണത്, എപ്പോഴാണ് മനസ്സിലാക്കണത് എന്ന് പറയുന്നു. മന്യേത ഇത് പൂർവേണ സംബന്ധ. മന്യേത എന്നുള്ളത് നേരത്തെയായിട്ട് ബന്ധിപ്പിക്കണം. നേരത്തെയായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത എന്ന് പറഞ്ഞ ആ പദമായിട്ട് ഇതിനെ ചേർക്കണം. ഏതിനെ ചേർക്കണം? പശ്യൻ, ശൃണ്വൻ, സ്പൃശൻ, ജിഘ്രൻ, അശ്നൻ, ഗച്ഛൻ, സ്വപൻ, ശ്വസൻ, പ്രലപൻ, വിസൃജൻ, ഗൃഹ്ണൻ, ഉന്മിഷൻ, നിമിഷൻ. ഇത്രയും പദങ്ങളെ എന്ത് നൈവ കിഞ്ചിത് കരോമീതി മന്യേത എന്ന് ചേർക്കണം. ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും അജ്ഞാനി നേരെ തിരിച്ചാ, ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷെ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് കൽപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് വ്യത്യാസം. യസ്യ ഏവം തത്വവിദഃ, ഇപ്രകാരമുള്ള തത്വജ്ഞാനിക്ക് സർവകാര്യകരണ ചേഷ്ടാസു കർമ്മസു, സർവകാര്യകരണ ചേഷ്ടകൾ കർമ്മങ്ങളിൽ, കാര്യം ശരീരം, കരണം കരണം. കരണം രണ്ട് പ്രകാരം, ബാഹ്യകരണം, അന്തഃകരണം. ബാഹ്യകരണങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ തുടങ്ങിയവ. അന്തഃകരണങ്ങൾ മനസ്സ്, ബുദ്ധി തുടങ്ങിയവ. കാര്യം ശരീരം. അപ്പൊ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളുടെ ചേഷ്ടകളിൽ
അകർമ്മ പശ്യത, അകർമ്മത്തെ കാണുന്നവൻ. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ എന്ന് 4-ാം അധ്യായത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞും കൊണ്ടാണ് ഈ ഭാഷ്യം ആരംഭിച്ചത് തന്നെ. അപ്പൊ എല്ലാ കർമ്മവ്യാപാരത്തിന്റെ മധ്യത്തിലും അകർമ്മത്തെ കാണുന്നവൻ, ആ സമ്യക് ദർശിക്ക് സർവകർമ്മ സന്യാസത്തിലാണ് അധികാരം. എന്ന് വെച്ചാൽ അയാൾ യാതൊരു കർമാചരണവും അയാൾക്കില്ല, എല്ലാം കൊഴിഞ്ഞു പോയിരിക്കുക. ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവനയോടുകൂടി ഒരു കർമ്മവും അയാൾക്കില്ല. അയാൾ പാരമാർത്ഥിക സന്യാസത്തിലാണ് കഴിയുന്നത്. അയാൾ പുറമെ ബ്രഹ്മചാരിയായിരിക്കാം, പുറമെ ഗൃഹസ്ഥനായിരിക്കാം, പുറമെ വാനപ്രസ്ഥനായിരിക്കാം, പുറമെ സന്യാസി ആയിരിക്കാം, എന്നാൽ അയാൾ പരമാർത്ഥ സന്യാസത്തിലാണ് കഴിയുന്നത്. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ ഒരു ദർശനം ഉറച്ച ആൾക്ക് ത്യാഗം മാത്രമേ ഉള്ളൂ. അതാണ് തേന ത്യക്തേന, തേന ത്യാഗേന എന്നർത്ഥം. ഭുഞ്ജീതാഹ എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അതിൻ്റെ അർത്ഥാനുവാദം ചെയ്യുന്ന ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു, ന തേഷു കർമ്മസ്വധികാര, അവർക്ക് കർമ്മങ്ങളിൽ അധികാരമില്ല, പിന്നെ അവർ സന്യാസത്തിലാണ് അധികാരം. അവർ സന്യാസമാണ്, സഹജമായ സന്യാസമാണ്, പാരമാർത്ഥിക സന്യാസമാണ്, പുറമെ എന്തെന്നുള്ളത് നോക്കിയിട്ടല്ല. എന്തുകൊണ്ട്? കർമ്മണഃ ഭാവദർശനാത്, കർമാഭാവദർശനം കൊണ്ട്. തനിക്ക് കർമ്മമില്ല ഉറച്ചറിഞ്ഞവനാണ്, അവന് കർമ്മമില്ല. അത് ദൃഷ്ടാന്തം പറയാണ്, മൃഗതൃഷ്ണികായാം ഉദകബുദ്ധിയ പാരായ പ്രവൃത്തഃ. മൃഗതൃഷ്ണികയിൽ വെള്ളമുണ്ട് എന്ന ധാരണയിൽ കുടിക്കാൻ വേണ്ടി ഓടി. അപ്പൊ എന്ത് മനസ്സിലായി? ഉദകാഭാവജ്ഞാനേ അഭി, അവിടെ വെള്ളം ഇല്ല എന്ന് ഉറപ്പിച്ചു. ഇനി തത്രൈവ പാനപ്രയോജനായ നഹി പ്രവർത്തതേ, അവിടെ തന്നെ കുടിക്കാൻ വേണ്ടി ഓടുവോ? ഇല്ല. ഇപ്പൊ മൃഗതൃഷ്ണിക എന്ന് പറഞ്ഞാൽ മരുഭൂമി. മരുഭൂമിയിൽ പരന്ന് കിടക്കുന്ന മണൽപ്പരപ്പില് ഇപ്പൊ ദൂരെ നോക്കുമ്പോൾ വെള്ളമുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്, വെള്ളമോളം വെട്ടുന്നത് കാണുകയാണ്. ഇതിന് മരുഭൂമിയിലൊന്നും പോണ്ട, നീണ്ട വളവും തിരിവും ഇല്ലാത്ത റോഡ്, ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 1:30 മണി 2 മണി 2:30 മണി സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ തൻ്റെ ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ മുമ്പിലായിട്ട് വെള്ളം ശരിക്കും ഓളം വെട്ടുന്നത് കാണും. എന്നല്ല, അതിന് മുമ്പിൽ പോകുന്ന വാഹനങ്ങളുടെ പ്രതിബിംബം കാണും. അറിയാതെ കാല് ബ്രേക്കിലേക്ക് പോകും. അപ്പോഴാണ് മനസ്സിലാവുക എന്ത്, അവിടെ വെള്ളമില്ല. വെള്ളമില്ല എന്നറിഞ്ഞാലും വെള്ളം കാണും, ഇല്ലയെന്നറിയാം എന്നാലും കാണും. അപ്പോൾ ഒരാള് വെള്ളത്തിന് വേണ്ടി ഓടി അവിടെ ചെന്നപ്പോൾ മനസ്സിലായി വെള്ളമില്ല. ഇനി അവിടെ വീണ്ടും ഓടുവോ? നീ അപ്പുറത്തേക്ക് ചിലപ്പോൾ ഓടിയെന്ന് വരും, പക്ഷെ അവിടെ ഇല്ല എന്ന് ഉറപ്പിച്ചില്ലേ. അതാണ് പറയുന്നത്. മൃഗതൃഷ്ണികയിൽ ജലമുണ്ടെന്ന കാഴ്ചപ്പാടോടുകൂടി ഓടിയവൻ അവിടെ ജലമില്ല എന്ന ഉറപ്പ് വന്നപ്പോൾ ഇനി അവിടെ വീണ്ടും വെള്ളമുണ്ടെന്ന് വിചാരിച്ചോടില്ല. ഇതുപോലെ ശരീരേന്ദ്രിയ മനോബുദ്ധികളുടേതായ കർമ്മങ്ങളെ തന്നിലേക്ക് അധ്യാരോപിച്ച് ഞാൻ ചെയ്യുന്നു എന്ന് കണക്കാക്കി പോയിരുന്നു ഇന്നലെ വരെ. എന്നാൽ ഞാൻ ഒരിക്കലും ഇപ്രകാരം കർമ്മബദ്ധനല്ല എന്നറിയുന്നവൻ ഇനി വീണ്ടും ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുകയോ? ഇല്ല. അഭിമാനിച്ചൂടെ? പുറമെ കാണിക്കാം, വലിയ അഭിമാനമുള്ളവനായിട്ട് പുറമെ കാണിക്കാം, എന്തൊക്കെ കാണിക്കാം. നമ്മളിപ്പോൾ കൊച്ചു കുട്ടികളായിട്ട് കളിക്കില്ലേ, അടി കൂട്ടില്ലേ? അപ്പം നമ്മൾ ചെറിയ 2 വയസ്സുള്ള കുട്ടിയായിട്ട് കളിക്കുമ്പോൾ നമ്മൾ തോറ്റു കൊടുക്കില്ലേ? ഒരു ഗുസ്തി പിടിച്ചിട്ട് അയ്യോ എനിക്ക് സാധിക്കില്ല നിന്നോട് ജയിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോൽക്കില്ലേ? എന്തും കാണിക്കാം. അപ്പൊ ഇതാണ് വിജ്ഞാനിയുടെ സഹജമായ സ്ഥിതി. അയാൾക്ക് കർമ്മയോഗം ഇല്ല, വിജ്ഞാനിക്ക് കർമ്മയോഗമില്ല. എന്തുകൊണ്ടില്ല?
കർമ്മം ഇല്ലാത്തതുകൊണ്ട്. കർമ്മമുള്ളവനല്ലേ കർമ്മയോഗം ഉണ്ടാവുള്ളൂ. അയാൾക്ക് കർമ്മമേ ഇല്ല. എന്നാൽ ഈ സർവഭൂതാത്മാവായിട്ടുള്ള യോഗയുക്തൻ അഥവാ ആത്മയുക്തൻ അനേക കോടി ജനങ്ങളിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. മനുഷ്യന്മാരിൽ ഒരു ആയിരക്കണക്കിന് പേരിൽ ഒരാളാണ് ആത്മജ്ഞാനത്തിന് പരിശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഒരാളാണ് തത്വജ്ഞാനി ആവുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞ 3 ശ്ലോകം. അപ്പൊ ബഹുഭൂരിപക്ഷത്തിന് എന്താ സ്ഥിതി? അവ പറയാണ് കർമ്മയോഗത്തിലൂടെ ഈ പദത്തെ നേടാൻ പരിശ്രമിക്കണം. ഈ വിഷയം 2-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ പല പ്രാവശ്യം അത് സൂചിപ്പിച്ചു. എല്ലായിടത്തും വെള്ളം നിറഞ്ഞു പരന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കിണർ, കുളം തുടങ്ങിയ ജലാശയങ്ങളിൽ താല്പര്യമില്ല. അപ്പൊ വെള്ളം നിരന്ന് പരന്നിരിക്കുക. കുളവും കിണറും പുഴയും തോടും അഴുക്കുചാലും പുണ്യനദിയും കക്കൂസ് ടാങ്കും എല്ലാം ഒന്നായിരിക്കുക, ഒറ്റ ജലപ്പരപ്പ്. ഇപ്പോ ഇവിടെ ആയിരുന്നു എൻ്റെ കിണറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വെള്ളം മുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആരെങ്കിലും ആ ഒരു ശ്രദ്ധയോടുകൂടി അങ്ങനെ ചെയ്തു വെച്ചിട്ട് അയാളെ കളിയാക്കാനൊന്നും പോകരുത്. സാമാന്യമായിട്ട് അങ്ങനെ പ്രവൃത്തി ഉണ്ടാവില്ല. അതുപോലെ സർവം ഖലു ഇദം ബ്രഹ്മ സർവം ഹേതത് ബ്രഹ്മ എന്നുള്ള സർവ ആത്മദൃഷ്ടി ഉറച്ചവൻ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ എന്നുള്ള നിലയ്ക്ക് ഒരു കർമ്മവും ചെയ്യാൻ പോകുന്നില്ല. അയാള് നൈവ കിഞ്ചിത് കരോമീതി മന്യേത, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ദൃഢതയിൽ കഴിയുന്നു. എന്നാൽ അനേക ലക്ഷത്തിൽ ഒരാളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ബഹുഭൂരിപക്ഷം വരുന്നവർക്കും എന്താണ് സാധന? ചോദ്യം. പറയുന്നു യഹ പുനഃ അതത്വവിത് പ്രവൃത്തഃ ച കർമ്മയോഗേ യഹ തു പുനഃ അതത്വവിത് പ്രവൃത്തഃ ച കർമ്മയോഗേ. ഇനി യാതൊരാളാണോ അതത്വവിത്, ആത്മജ്ഞാനി ആയിട്ടില്ലാത്ത ആള്, തത്വജ്ഞാനി അല്ലാത്ത ആള്, പിന്നെ ആരാ? പ്രവൃത്തഃ ച, പ്രവൃത്തൻ, കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നവൻ. പ്രവൃത്തനാണെന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നവനാണ്. അയാളെ സംബന്ധിച്ച് ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യത്തെ ന സ പാപേന പത്മപത്രമിവാംഭസാ. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യത്തെ ന സ പാപേന പത്മപത്രമിവാംഭസാ. ബ്രഹ്മണി ആധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യത്തെ ന സഹ പാപേന പത്മപത്രം ഇവ അംഭസാ. യഹ യാതൊരാളാണോ, യഹ യാതൊരാൾ, യാതൊരാളാണോ ബ്രഹ്മണി ആധായ, ബ്രഹ്മത്തിൽ സമർപ്പിച്ചിട്ട്, അവിടെ ബ്രഹ്മം എന്നുള്ളതിന് പരമേശ്വരൻ, പരമാത്മാ എന്നർത്ഥം എടുക്കുന്നതാണ് യുക്തം. പരമേശ്വരൻ, ഈശ്വരൻ.
ഇനി ഈശ്വരനിൽ ബ്രഹ്മദൃഷ്ടിയെ കൈവരിച്ചിട്ടെന്നും പറയാം. ഉപാസനയിൽ അങ്ങനെയാണല്ലോ. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, നീ പ്രത്യക്ഷമായ ബ്രഹ്മമാകുന്നു എന്ന മട്ടിലാണ് ഉപാസ്യ ദേവതകളെ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പൊ ദേവതയിൽ അഥവാ ഈശ്വരനിൽ ബ്രഹ്മദൃഷ്ടിയെ അധ്യാരോപിച്ചപ്പോ അത് ബ്രഹ്മമാണ്. അല്ലാതെ ബ്രഹ്മം എന്നർത്ഥം പറയരുത്. എന്തുകൊണ്ട്? ബ്രഹ്മത്തിൽ കർമ്മം സമർപ്പിക്കപ്പെടുക എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ അവിടെ ഈശ്വരൻ എന്നുള്ള അർത്ഥം എടുക്കണം. ബ്രഹ്മത്തിൽ ഈശ്വരനിൽ കർമ്മങ്ങളെ സമർപ്പിച്ചിട്ട്, ആധാനം ചെയ്തിട്ട്, എല്ലാ കർമ്മങ്ങളും നിന്റെ കർമ്മങ്ങൾ, ഇതെല്ലാം നിന്റെ കർമ്മങ്ങളാണ്. അജ്ഞാനം കൊണ്ട് ഞാൻ എൻ്റെതാണെന്ന് കരുതി ഇന്നലെ വരെ, ഇതാപ്പം മനസ്സിലാക്കുന്നു ഇതെല്ലാം നിന്റെ കർമ്മങ്ങളാണ്. ശ്രദ്ധിക്കണേ, ഇത് നേരത്തെ പറഞ്ഞ വിജ്ഞാനിയല്ല, ഇത് കർമ്മയോഗിയാണ്. രണ്ടും രണ്ടാണ്, രണ്ട് തലമാണ്. അപ്പൊ പിന്നെ ഇയാൾ എങ്ങനെയാ ജീവിക്കണത്? സംഘം ത്യക്ത്വാ, ഞാൻ ചെയ്യുന്നു, ഇതിന്റെ ഫലം എനിക്ക് എന്നുള്ള മമത്വ സംഘത്തെ ത്യക്ത്വാ, അതിക്രമിച്ചിട്ട്, ഉപേക്ഷിച്ചിട്ട്, യഹ കരോതി, യാതൊരാൾ ചെയ്യുന്നുവോ, എന്തിനെ? കർമ്മത്തെ, കർത്തവ്യത്തെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വികർമ്മത്തെ ചെയ്യുന്നതിന് ശാസ്ത്രം അനുമോദിക്കുന്നില്ല. വികർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യരുതാത്തത്. ഞാനെല്ലാം ഈശ്വരൽ അർപ്പിച്ചാ ചെയ്യണത് എന്ന് സങ്കല്പിച്ചിട്ട് വികർമ്മം ചെയ്താലോ അത് ശരിയാവില്ല. അതുകൊണ്ട് കർമ്മം തന്നെ അർത്ഥം എടുക്കണം അവിടെ. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഉപദേശിക്കുന്നതിന് മുമ്പ് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കർമ്മം എന്താണെന്നറിയണം, അകർമ്മം എന്താണെന്നറിയണം, വികർമ്മം എന്താണെന്നറിയണം. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം, ബോദ്ധവ്യം ച വികർമ്മണ, അകർമ്മണശ്ച ബോദ്ധവ്യം, ഗഹന കർമ്മണോ ഗതി, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ചെയ്യേണ്ടുന്ന കർത്തവ്യ വിശേഷങ്ങളാണ് കർമ്മങ്ങൾ, ചെയ്യരുതാത്ത അകർത്തവ്യ വിശേഷങ്ങളാണ് വികർമ്മങ്ങൾ, ചെയ്യായികയാണ് അകർമ്മം. ഇത് മൂന്നും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് എന്ത്? ചെയ്യേണ്ടുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. ഈ ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞാലോ, ഞാൻ ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് ചെയ്യേണ്ടുന്നത്. അതെങ്ങനെ മനസ്സിലാക്കും? അത് ഗീത തുടങ്ങിയ വേദാന്ത ശാസ്ത്രങ്ങളിലൂടെ അല്ല മനസ്സിലാക്കേണ്ടത്, അത് ധർമ്മശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളാണ്. അമ്മയിലൂടെ, അച്ഛനിലൂടെ. അതൊന്നും ഗീത പഠിച്ചിട്ട് ഉപനിഷത്ത് പഠിച്ചിട്ട് മനസ്സിലാക്കേണ്ടതല്ല. ഒരു ദേശത്തെത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒരു കാലത്തിൽ ഞാൻ എന്ത് ചെയ്യണം, അതൊക്കെ ഔചിത്യബോധം താനേ ഉള്ളുന്നുണ്ടാവേണ്ടതാണ്. അതുണ്ടാവുന്നത് നമുക്ക് അമ്മ, അച്ഛൻ തുടങ്ങിയവരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും അധികം കിട്ടുക. തുടങ്ങിയവർ എന്ന് പറഞ്ഞാൽ അമ്മമ്മ, അമ്മച്ചൻ, അച്ഛമ്മ, അച്ഛച്ചൻ, അങ്ങനെയൊക്കെ പറയാം. കുടുംബത്തുനിന്ന് കൊച്ചുകുട്ടിയാകുമ്പോൾ അവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്. ഓരോ സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാവും. ഒരു ദിവസം നമ്മുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് കുറച്ച് പേര് പോവുകയാണ്, ഒരു പരിപാടിക്കാണ്. അപ്പം പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം സ്വാമി ചിദാനന്ദപുരി. അപ്പോൾ യോഗ അധ്യക്ഷനുണ്ട്, പിന്നെ വേറൊരു സ്ഥലത്തെ പ്രധാന ദിവ്യന് ഒരു സീറ്റ് ഉണ്ട്. അങ്ങനെ സ്റ്റേജിൽ 3 സീറ്റുണ്ട്. ഈ ചിദാനന്ദപുരി സ്വാമിയുടെ കൂടെ വന്ന ആൾ നേരെ സ്റ്റേജിൽ കയറി അധ്യക്ഷൻ്റെ സീറ്റിലാണ് ഇരുന്നു. എവിടുന്ന് വന്ന ആൾ? ഇവിടുന്ന് വന്ന ആൾ. എന്താ ചെയ്യുക? അധ്യക്ഷനെ ഇവർ ക്ഷണിക്കുമ്പോൾ അധ്യക്ഷന് സീറ്റില്ല. ഇയാളുടെ ഇറങ്ങി പോകാൻ പറ്റുമോ?
കാരണം ചിദാനന്ദ സ്വാമിയുടെ കൂടെ വന്ന ആളല്ലേ. ഞാൻ ഇയാളെ കണ്ണുരുട്ടിയൊക്കെ നോക്കി, പക്ഷെ ഇയാൾ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യും? വേറെ ആരെങ്കിലും ആണെച്ചാൽ അവർ കൈകാര്യം ചെയ്യും. പക്ഷേ അതിപ്പോൾ സ്വാമിയുടെ കൂടെ വന്നതല്ലേ എന്നുള്ളൊരു നിലപാടിലാണ്. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കുമോ. ഞാൻ വേഗം എഴുന്നേറ്റ് അപ്പുറത്ത് കിടക്കണ ഒരു കസേര എടുത്ത് ഇപ്പുറത്തിട്ടു. അപ്പോൾ ഇപ്പുറത്തിട്ട് അപ്പോൾ ഈ കസേരയ്ക്ക് പ്രാധാന്യം വന്നു. അവിടെ അധ്യക്ഷനെ പിടിച്ചിരുത്തി. ഇതൊന്നും കഥ പറയല്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭക്ഷണം കഴിച്ച് പാത്രം കഴുകുന്ന ഒരു ഇതുണ്ട്, ബേസിനുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് വായ കഴുകി തുപ്പാനുള്ള ബേസിന് വേറെ ഉണ്ട്. അപ്പോൾ ചിദാനന്ദ സ്വാമിയുടെ കൂടെ വന്ന ആളാണ് വേറൊരാൾ XYZ വേറൊരാൾ. അയാൾ നല്ല ഉഷാറായി വായ കഴുകി കാർക്കിച്ചൊരൊറ്റ തുപ്പയതിൽ ഇപ്പം എന്തപ്പം ചെയ്യാൻ പറ്റുക? നമുക്ക് തല്ലാൻ പറ്റുമോ? അപ്പം ഇതൊക്കെ വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ? ഇതൊക്കെ അമ്മയുടെ അടുത്തുനിന്ന്, അച്ഛൻ്റെ അടുത്തുനിന്ന്, അമ്മമ്മയുടെ, അമ്മച്ചൻ്റെ, അച്ഛച്ചൻ്റെ, അച്ഛമ്മയുടെ അടുത്ത് പഠിക്കേണ്ട വിഷയങ്ങൾ. അതൊന്നും ഗീത പഠിപ്പിക്കേണ്ടതല്ല, അതൊന്നും ഉപനിഷത്ത് നോക്കി പഠിക്കേണ്ടതല്ല. അതുകൊണ്ടാണ് മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാദ് എന്ന് ശ്രുതി പറയുന്നത്. അമ്മയുള്ളവൻ, അച്ഛനുള്ളവൻ, ആചാര്യനുള്ളവൻ പറയട്ടെ എന്ന്. അമ്മയിൽ നിന്നും അച്ഛൻ ത്രിഭിരേത്യ സന്ധിം എന്ന് ഉപനിഷത്ത് പ്രത്യേകം പറയുന്നുണ്ട്. 3 കളെ കൊണ്ട് വേണം സന്ധി പ്രാപിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്നും ഇപ്പോൾ ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നു വിചാരിക്കേണ്ട. എന്താണ് കർമ്മങ്ങൾ എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അത് ദേശത്തിനനുസരിച്ച് മാറും, കാലത്തിനനുസരിച്ച് മാറും, വ്യക്തിയുടെ സാന്നിധ്യത്തിൽ മാറും. അതൊന്നും ഗീത പറഞ്ഞു തരില്ല, അതൊന്നും ഉപനിഷത്ത് പറഞ്ഞു തരില്ല. കർമ്മം എന്നുള്ള ഒറ്റ വാക്കിൽ ഒതുക്കും. അപ്പൊ വികർമ്മം ഒരിക്കലും കർമ്മയോഗമാവില്ല. വികർമ്മയോഗം എന്നൊരു പ്രയോഗം ഒരു ശാസ്ത്രത്തിലും ഇല്ല. വ്യക്തമാണല്ലോ പറഞ്ഞേ? ശരി. അപ്പോൾ കർമാണി, ബ്രഹ്മണ്യാദായ കർമാണി എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് പറയാനാ അത്രയും പറഞ്ഞത്. അപ്പൊ കർമ്മം എന്താണ്? വിഹിതാനി ശാസ്ത്രോപദിഷ്ടാനി എന്നർത്ഥം. ശാസ്ത്രങ്ങളാൽ ഉപദേശിക്കപ്പെട്ട, ആചാര്യന്മാരാൽ പ്രശംസിക്കപ്പെട്ട അതാണ് കർമ്മം, ഒരിക്കലും വികർമ്മമല്ല. ഇപ്പൊ ഞാൻ വികർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. കർമാണി ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത്വാ, സംഘം ത്യക്ത്വാ, സംഘത്തെ ഉപേക്ഷിച്ച്. ഏത് സംഘം? മമത്വ സംഘം, എൻ്റെ, ഇതിൻ്റെ ഫലം എനിക്ക് എന്ന സംഘം. സഹ ലിപ്യതേ ന പാപേന, അവൻ പാപത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. കർമ്മസംസ്കാരങ്ങൾ അവനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായിട്ട് അവന് വാസനാജാലം ഉണ്ടാവില്ല. ഏതുപോലെ? അംഭസ പത്മപത്രം ഇവ. അംഭസ വെള്ളത്താൽ, വെള്ളം കൊണ്ട്. പത്മപത്രം ഇവ താമരയുടെ ദളം പോലെ. ഇപ്പൊ താമര, പത്മം വെള്ളത്തിൽ തന്നെ വളർന്ന്, വെള്ളത്തിൽ തന്നെ ജനിച്ച്, വെള്ളത്തിൽ തന്നെ ജീവിക്കുന്ന സസ്യമാണ്. നമുക്കെല്ലാം അറിയാം. എല്ലാ ഭാഗത്തും വെള്ളമാണ്. എന്നാൽ അതിൻ്റെ ദളം ഒരു തുള്ളി വെള്ളം അതിൽ പറ്റിപ്പിടിക്കില്ല. ഒരു തുള്ളി വെള്ളം നമ്മൾ അതിലാക്കി കഴിഞ്ഞാൽ അത് മുത്തുപോലെ ഇങ്ങനെ ഉണ്ടാവും. ചെറിയൊരു ചലനം വന്ന അപ്പം അത് പോകും. ഇനിയിപ്പോൾ താമരയുടെ ദളമൊന്നും കാണാൻ പറ്റിയില്ല, ചേമ്പിൻ്റെ ഇല നോക്കിയാൽ മതി. പക്ഷെ ചേമ്പിൻ്റെ ഇല ഇവിടെ ദൃഷ്ടാന്തം പറയാൻ ഞാൻ എന്തുകൊണ്ടാ? അത് വെള്ളത്തിൽ ജീവിക്കണതല്ല, വല്ലപ്പോഴും വെള്ളം ആവുകയുള്ളൂ. അപ്പം ഇത് വെള്ളത്തിൽ തന്നെ ജനിച്ച് വെള്ളത്തിൽ തന്നെ ജീവിച്ചാലും വെള്ളമായിട്ട് യാതൊരു സംസ്പർശവുമില്ലാത്ത താമരദളം പോലെ. എന്തൊരു മഹിമാന്വിതമായ ഒരു ഉപമയാണെന്ന് നോക്കൂ. അപ്പം ചുറ്റുപാട് മുഴുവൻ വെള്ളം തന്നെ.
എന്നാലും വെള്ളമായിട്ട് സമ്പർക്കമില്ല, സംശ്ലേഷമില്ല. ഇതുപോലെ ഏത് കർമ്മത്തിന്റെ നടുക്ക് ഈ യോഗി ജ്ഞാനിയല്ല. കഴിഞ്ഞ ശ്ലോകത്തിലാണ് 7, 8, 9 ശ്ലോകത്തിലാണ് വിജ്ഞാനിയുടെ സ്ഥിതി പറഞ്ഞത്. ഇവിടെ അതല്ല. ഇവിടെ കർമ്മയോഗി കർമ്മത്താൽ ബന്ധിക്കപ്പെടില്ല. പത്മപത്രം അംബസ ഇവ. വ്യക്തമാണല്ലോ. നോക്കൂ, ബ്രഹ്മണി ഈശ്വരെ ആദായ നിക്ഷിപ്യ തദർത്ഥം കരോമീതി ഭൃത്യൈവ സ്വാമ്യർത്ഥം സർവാണി കർമാണി മോക്ഷേ അപി ഫലേ സംഗം ത്യക്ത്വാ കരോതി യഃ സർവകർമാണി ലിപ്യത്തെ ന സ പാപേന ന സമ്പദ്ധ്യത്തെ പത്മപത്രം ഇവ അംഭസ ഉദകേന. ബ്രഹ്മണി ഈശ്വരെ ആദായ നിക്ഷിപ്യ തദർത്ഥം കരോമി ഇതി ഭൃത്യ ഇവ സ്വാമ്യർത്ഥം സർവാണി കർമാണി മോക്ഷേ അപി ഫലേ സംഗം ത്യക്ത്വാ കരോതി യഃ സർവകർമാണി ലിപ്യത്തെ ന സഹ പാപേന ന സമ്പദ്ധ്യത്തെ പത്മപത്രം ഇവ അംഭസ ഉദകേന. അപ്പോ ഈശ്വരനിൽ, ബ്രഹ്മത്തിൽ ഈശ്വരനിൽ നിക്ഷിപ്യോ, നിക്ഷേപിച്ചിട്ട് സമർപ്പിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചിട്ട്. അതെങ്ങനെ? സകല കർമ്മങ്ങളുടെയും യജമാനൻ അവിടുന്നാണെന്ന ബോധം കൊണ്ട്. ഒരണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെയുള്ള സകല പ്രപഞ്ചവും നിത്യം നിരന്തരം നിയമിക്കപ്പെടുന്നത് ഈശ്വരീയമായ ക്രമത്തിലാണ്. അല്ലാതെ ഒരു സ്പന്ദനം പോലും ഇല്ല. എന്തൊരു അത്ഭുതം നോക്കൂ! ഈ പ്രപഞ്ച മഹാനാടകം എന്തൊരു മഹാത്ഭുതം! തട്ടാതെ മുട്ടാതെ ഉടയാതെ ഇത് ക്രമികമായി നിയന്ത്രിക്കപ്പെട്ട് ഇന്നതിന് ഇന്നതെന്ന തോതിലുള്ള വ്യവസ്ഥയോടുകൂടി മഹാത്ഭുതമാണ്. മഹാത്ഭുതം. നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ മതി. ഇന്നതിലേക്കെന്ന് പറയുന്നില്ല. ഒരു മൊട്ട് പൂവായി വിടരുന്നതിനെ നോക്കൂ, കാറ്റ് വീശുന്നതിനെ ഒന്ന് ശ്രദ്ധിക്കൂ, വെള്ളം ഒഴുകുന്നതിനെ ശ്രദ്ധിക്കൂ, ഒരണു കണത്തെ പഠിക്കൂ, അല്ലെങ്കിൽ അണുക്കൾ ചേർന്നുള്ള മോളിക്യൂളിന്റെ ഘടനയെ പഠിക്കൂ, ഗ്രഹനക്ഷത്രങ്ങളുടെ സഞ്ചാരത്തെ ശ്രദ്ധിക്കൂ. എവിടെയും അത്ഭുതകരമായൊരു താളത്തിന് വിധേയമായിട്ടെല്ലാം നിലനിൽക്കുന്നത് കാണാം. പ്രപഞ്ച താളം. അത്ഭുതകരമായ താളമാണ്. എല്ലാം താളനിബദ്ധമാണ്. എല്ലാം. അതുകൊണ്ട് ഈ പ്രപഞ്ച വ്യവസ്ഥ മുഴുവൻ താളത്തിലാണ്, ഗണിതത്തിലാണെന്ന് പറയാം. എല്ലാത്തിലും താളമാണ്. 1, 1 അല്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ 1, 1, 2 അങ്ങനെ പോവുക. എല്ലാം. അല്ലാത്തൊന്നുമില്ല. ഗണിതത്തിലാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത്. അതിനെ കണ്ടെത്തിയവർ പാട്ടുണ്ടാക്കി, അതിനെ കണ്ടെത്തിയവർ നൃത്തം ഉണ്ടാക്കി, അതിനെ കണ്ടെത്തിയവർ ശാസ്ത്രവും സാഹിത്യവും ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കും. പാട്ട് കേൾക്കാൻ എവിടെയും പോണ്ട, നൃത്തം കാണാൻ എവിടെയും പോണ്ട. കാണണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കണ്ടോളൂ കേട്ടോളൂ, നല്ലതാണ്. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ മഹാനൃത്തം, മഹാസംഗീതം കേൾക്കാനും കാണാനും പഠിച്ചാൽ എന്തൊരു സുഖ! അവിടെ ഇപ്പൊ വിരുദ്ധമായിട്ടൊന്നും ഉണ്ടാവില്ല. സന്തോഷമായിട്ട് നോക്കി കാണാം. ഇതിന് ഇല്ലെങ്കിലൊക്കെ വിരുദ്ധാവും. ചിലത് അനുകൂലം, ചിലത് പ്രതികൂലം. അപ്പോ ആ ദൃഷ്ടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരണു കണത്തിന്റെ സ്പന്ദനം പോലും ഈശ്വരീയമാണ്.
എല്ലാം എന്തുണ്ടോ അതൊക്കെ. അപ്പം അജ്ഞാനം കൊണ്ട് ഞാൻ എൻ്റെ, നീ നിൻ്റെ എന്നും പറഞ്ഞ് കൽപ്പിച്ചു വെച്ച കർമ്മങ്ങളൊക്കെ വാസ്തവത്തിൽ ഈ പ്രപഞ്ച മഹാനാടകത്തിലെ ഭാഗങ്ങൾ മാത്രമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാനെ നിന്റെ കർമ്മം എന്ന് തിരിച്ചറിയും. ഇങ്ങനെ നിൻ്റെത് നിനക്ക് തന്നെ സമർപ്പിക്കുന്നു. തുദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ. ഹേ ഗോവിന്ദ, നിന്റെ വസ്തു നിനക്ക് തന്നെ തരണു. അത്രയേ ഉള്ളൂ. ബ്രഹ്മണ്യാധായ കർമാണി തദർത്ഥം ഭൃത്യൈവ സ്വാമിയർത്ഥം. സ്വാമിക്കായിക്കൊണ്ട്, യജമാനനായിക്കൊണ്ട് ഭൃത്യൻ എന്ന പോലെ ഈശ്വരനിൽ, ഈശ്വരനാകുന്ന സ്വാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എങ്ങനെ? സംഘം ത്യക്ത്വ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മോക്ഷേ അഭിഫലേ സംഘം ത്യക്ത്വ. ഇതുകൊണ്ട് എനിക്ക് മുക്തി ഉണ്ടാവണേ ഭഗവാനെ, അവിടുത്തെ പ്രീതി ഉണ്ടാവണേ ഭഗവാനെ, അവിടത്തേക്ക് സന്തോഷാവണേ എന്ന് തോന്നിയാൽ പോയി. അപ്പം പിന്നെ യോഗ അല്ലാണ്ടായി. അപ്പം അങ്ങനെ തോന്നിക്കൂടെ? തോന്നണത് നല്ലതാണ്. പക്ഷെ അപ്പോൾ കർമ്മയോഗം അല്ലാണ്ടായി. കാരണം അവിടെ നമ്മൾ അതുകൊണ്ട് നീ എനിക്ക് പ്രസാദം തരണേ, അനുഗ്രഹം തരണേ എന്ന് പറഞ്ഞാൽ പോയി, പറയല്ല, മനസ്സ് കണക്കാക്കിയാൽ പോയി. അതിന് കർമ്മയോഗം അല്ല. പിന്നെ അതൊരു ഡെപ്പോസിറ്റ് മാത്രമാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സംഘം ത്യക്ത്വ, സംഘത്തെ ഉപേക്ഷിച്ച്, യഹ കരോതി സർവകർമാണി, സർവകർമ്മങ്ങളെയും ആര് ചെയ്യുന്നുവോ, സഹ അവൻ, ലിപ്യതേ ന പാപേന സമ്പദ്ധ്യതേ, പാപത്തോടുകൂടി, കർമ്മസംസ്കാരത്തോടുകൂടി അയാൾക്ക് സംബന്ധം ഉണ്ടാകുന്നില്ല, ലേപനം ചെയ്യപ്പെടുന്നില്ല. ഏതുപോലെ? പത്മപത്രം ഇവ അംഭസ ഉദകേന. ഉദകേന വെള്ളം കൊണ്ട്, വെള്ളത്താൽ, പത്മപത്രം താമരയുടെ ദളം എന്ന പോലെ അയാൾ കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. വ്യക്തമാണല്ലോ? കേവലം സത്വശുദ്ധി മാത്ര ഫലം ഏവ തസ്യ കർമ്മണഃ സ്യാത്. തുടർന്ന് ചിന്തിക്കാം. ഓ